ചങ്ങായിമാരെ, കുറച്ചു നേരത്തെ ഇസ്രായേലിൽ നിന്ന് വളരെ സങ്കടപ്പെടുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഒരു മലയാളി ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ഒരു വർഷം മുന്നേ ഇസ്രായേലിൽ ജോലിക്ക് പോയ തിരുവനന്തപുരത്തുകാരനായ 42 വയസ്സുകാരൻ സുരേഷ് സുന്ദറിനാണ് അവിടെ കൊല്ലപ്പെട്ടത്. 4 ദിവസമായിട്ട് മൂപ്പരെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. കുറച്ചു നേരത്തെ അവിടെയുള്ള മലയാളികൾ, ഇസ്രായേലുള്ള മലയാളികളാണ് അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അറിയിച്ചത്. എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരമുണ്ടല്ല അവിടെയുള്ള മലയാളികൾക്കോ ഇവിടെയുള്ള വീട്ടുകാർക്കോ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം വളരെ വിഷമത്തോടുകൂടി ഒരു കാര്യം പറട്ടെ. ഇസ്രായേൽ ഏതെങ്കിലും ഒരാള്, പ്രത്യേകിച്ച് ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് ഒരു മലയാളി കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കാരണക്കാർ ആരാന്നറിയാം? അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ചില സംഘികളില്ലേ, അവരാണ് അതിന്റെയൊക്കെ കാരണക്കാർ. കാരണം അവന്മാരാണ് ആ വീട്ടിലൊക്കെ പറയുന്നത് ഇസ്രായേൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, എല്ലാരും ജോലിക്ക് പോകുന്നുണ്ട്, എപ്പോഴും വേണമെങ്കിലും പുറത്തിറങ്ങാന്ന് അവന്മാരാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അവന്മാർ അത്തരം വീഡിയോ ചെയ്യുമ്പോഴല്ല ഇദ്ദേഹത്തെ പോലെ പുതിയതായിട്ട് ഇസ്രായേലിൽ പോകുന്ന ആൾക്കാരെന്നാ വിചാരിക്കോ, ഓ അവിടെ ഒരു കുഴപ്പമില്ലല്ലോ, അപ്പൊ നമുക്കൊക്കെ പുറത്തിറങ്ങാലോ, ബങ്കറിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇവരൊക്കെ പുറത്തിറങ്ങും. അങ്ങനെയാണ് ഈ പാവം കൊല്ലപ്പെട്ടെന്നാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്, കുറച്ച് ദിവസം മുന്നേ വിളിക്കുമ്പോൾ ഇദ്ദേഹം ബങ്കർ തന്നെയായിരുന്നു, പക്ഷെ പിന്നെ വിളിക്കുമ്പോൾ ഇദ്ദേഹം ജോലിക്ക് പോയി, അവിടെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോയി എന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ജോലിക്ക് പോയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിവരവും വീട്ടുകാർക്കോ ആർക്കും കിട്ടാതിരുന്നത്. ഞാൻ അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു, ബങ്കറിൽ നിന്ന് അദ്ദേഹം ജോലിക്ക് പോയത് ഇവന്മാരുടെ വീഡിയോ ഇല്ലേ അത് കണ്ടിട്ട് അവിടെ യാതൊരു കുഴപ്പമില്ലാന്ന് വിശ്വസിച്ചിട്ട് മാത്രമാണ് ആ പാവം ജോലിക്ക് പോയിട്ടുണ്ടാവുക. ഞാനൊരു കാര്യം പറഞ്ഞു, അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന സംഘികളുണ്ടല്ല, അവരൊക്കെ വളരെ സേഫ് ആയിട്ട് വളരെ സുരക്ഷിതമായ സ്ഥലത്തിരുന്നിട്ടായിരിക്കും അത്തരം വീഡിയോ ചെയ്യുന്നുണ്ടാവുക. കാരണം അവന്മാർക്ക് ഒളിക്കാൻ വേണ്ടി അവിടെ ബങ്കർ ഉണ്ടാവും. ഒരു സൈറൺ മുഴങ്ങുമ്പോഴത്തേക്ക് അവന്മാരുടെ സുരക്ഷിതമായി വളരെ സുന്ദരമായ ബങ്കറിൽ പോയി ഒളിച്ചിരിക്കും. പക്ഷെ അവിടെ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവന്മാരുണ്ടല്ല ഈ സംഘികൾ നമ്മളെ തെരുവിളിക്കും. നീ എങ്ങനെയാണ് അത് പറഞ്ഞെങ്കിൽ, നീ കേരളത്തിലല്ലേ ഉള്ളേ, ഇസ്രായേലിലുള്ള കാര്യം നമുക്കല്ലേ അറിയുന്നു പറഞ്ഞ് നമ്മളെ തെരുവിളിക്കും. നമ്മളെങ്ങനെയാണ് അത്തരം വിവരങ്ങൾ പറഞ്ഞത്? നമുക്കും അവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ട്, അവിടുത്തെ ദയനീയ അവസ്ഥ നമുക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇരിക്കുന്നുണ്ടെങ്കിൽ ബങ്കറിൽ ഇരിക്കൂ, സേഫായി ഇരിക്കൂ എന്ന്. അല്ലാതെ അവിടെ ഒരു മലയാളി എന്നല്ല, ഒരു സാധാരണക്കാരൻ പോലും ഇസ്രായേലിൽ കൊല്ലപ്പെടരുത് തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ സംഘികളിലെ അവർ കാണിച്ച ഷോ ഓഫ് കാരണം മാത്രമാണ് ഈ പാവത്തിന് ഇദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇറാനുമായുള്ള സംഘർഷത്തിലാണ് ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ആർക്കും പുറത്തു പറയാൻ പറ്റില്ലല്ലോ. കാരണം അത്തരം സത്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടുത്തെ ജയിലിൽ അടക്കലാണല്ലോ ഇപ്പൊ അവരുടെ സ്ഥിരം പരിപാടി. ഇത്തരം മരണങ്ങൾ അടിക്കടി ഇസ്രായേലിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണങ്ങളൊന്നും ആർക്കും അറിയുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മരണങ്ങളൊക്കെ സ്വാഭാവിക മരണമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇദ്ദേഹത്തിന്റെ മരണവും ഇനി നമ്മളറിയാം സ്വാഭാവിക മരണമായിട്ട് തന്നെയായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കേൾക്കാത്തവർക്ക് ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വെക്കാം, നിങ്ങൾ കേട്ടു നോക്ക്. ഇസ്രായേലിൽ ജോലിക്ക് പോയ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി സുരേഷ് സുന്ദരേശൻ മരിച്ചുവെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇസ്രായേലിലെ മലയാളി കൂട്ടായ്മയാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ ഇന്ത്യൻ എംബസി മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം സുരേഷിനെ കാണാനില്ലെന്ന പരാതിയിൽ ഇന്ത്യൻ എംബസിയും നോർക്കയും അന്വേഷണം തുടരുകയാണ്. പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് തിരക്കി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതും വെച്ചിട്ട് അവൻ ഇവിടെ പോയപ്പോഴത്തേക്കും ഇവിടെ തിരക്കിയപ്പോഴത്തേക്ക് എംബസി ഇതിൽ തന്നെ വിളിച്ചൊക്കെ ചോദിച്ച് അപ്പോഴത്തേക്കും പറഞ്ഞ് ഇങ്ങനെ സുരേഷിന്റെ ഒരാൾക്ക് ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവന് വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം. പിന്നെ മലയാളി കൂട്ടായ്മ ഒരു ഇതുണ്ടായിരുന്നു, സമാജം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അവിടെയും വിളിച്ചൊക്കെ തിരക്കിയപ്പോഴത്തേക്കും കൺഫേം ആയി സുരേഷ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. 13-ാം തീയതി ചൊവ്വാഴ്ചയാണ് അവൾ ലാസ്റ്റ് തന്നെ വിളിച്ചത്. പിന്നെ അന്വേഷണം ഇതുവരെ വിളിച്ചിട്ടില്ല. വെള്ളിയാഴ്ച മെസ്സേജ് ഇട്ട് കൊച്ചുങ്ങളെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും അവൻ രാവിലെ എഴുതി കടയിൽ പോകുന്ന കാര്യങ്ങളും പറഞ്ഞ് മെസ്സേജ് ഇട്ട് പിന്നെ അവൻ വിളിച്ച് സംസാരിച്ച് കിട്ടുന്നത് ഞാൻ 11 മണിക്ക് വിളിച്ചു. ചൊവ്വാഴ്ച 11 മണിക്ക് വിളിച്ചപ്പോൾ കൊച്ചുങ്ങളെ വന്നാൽ സ്കൂളിൽ പോയിട്ട് വന്നാൽ വെച്ച് അവൻ വന്ന് മറ്റൊരു ഉച്ചയ്ക്കാണ് പരീക്ഷ എന്ന് പറഞ്ഞ് വെച്ച് തോന്നേരം സംസാരിച്ചെന്ന് അവന് വീട് മൊത്തം കണ്ടന്റ് മൊത്തം എന്നെ കാണിച്ചെന്ന്. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അജ്മൽ, ഇത്തരത്തിലൊരു വിവരം സുരേഷിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ചുള്ള വിവരം ഈ മലയാളി കൂട്ടായ്മയ്ക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അവർ പങ്കുവയ്ക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ പ്രഭുത, ഈ 4 ദിവസം മുമ്പാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഈ സുരേഷ് സുന്ദരേശൻ എന്ന് പറയുന്ന യുവാവിനെ, 42 വയസ്സാണ് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് കുടുംബം ഇപ്പോൾ കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ 17-ാം തീയതി, അതായത് 4 ദിവസം മുമ്പ് അദ്ദേഹം അവസാനമായി വീട്ടിൽ വിളിക്കുകയായിരുന്നു. ലേബർ വിസയിൽ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോയതായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് എന്ന കമ്പനിയിൽ മറ്റൊരിടത്തേക്ക് മാറി. മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ബംഗറിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് മാറിയ ശേഷമാണ് 17-ാം തീയതി അദ്ദേഹം അവസാനമായി വീട്ടിൽ വിളിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും വീട്ടിൽ ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഈ പറയുന്ന സംഘർഷമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ അങ്ങനെ എങ്ങാനും ഇദ്ദേഹത്തിന്റെ മരണം എങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയിൽ കുടുംബം ഇരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഇസ്രായേലിലെ മലയാളി സംഘടനകൾക്ക് അയച്ചു കൊടുക്കുകയും അവരിത് പരിശോധിച്ച ശേഷം ഇങ്ങനെ ഒരു യുവാവ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എംബസിയുടെ നിങ്ങൾ കേട്ടല്ലോ, ഭയങ്കര സുരക്ഷിതമെന്ന് സംഘികളും ക്രിസംഘികളും അവിടെ കിടന്ന് തള്ളുന്ന രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടല്ലോ. ആ പാവത്തിന്റെ വീട്ടുകാർ 4 ദിവസമായി അദ്ദേഹത്തെ കാണുന്നില്ലെന്ന് അവിടെ അറിയിച്ചപ്പോഴാണ് അവർ തന്നെ അറിയുന്നത് ഇങ്ങനെ ഒരാൾ കാണാതായിട്ടുണ്ടെന്ന്. അതിനുശേഷം നടന്ന അന്വേഷണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പോലും അവർക്ക് കിട്ടുന്നത്. ഇതാണോ നിങ്ങൾ അവിടെ കൊട്ടിഘോഷിക്കുന്ന സുരക്ഷ? ഒരാൾ മരണപ്പെട്ടിട്ട് ഒരാൾ കാണാതായിട്ട് പോലും അറിയാത്ത സുരക്ഷ. കുറച്ചു ദിവസം മുന്നേ ഒരു മലയാളി ചേച്ചി അവിടുത്തെ ദുരവസ്ഥ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പം അവിടെയുള്ള സംഘികളെല്ലാം കൂടി ആ ചേച്ചിയുടെ
പിന്നാലെ കൂടി ആ ചേച്ചി അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയാണ് അവിടെയുള്ള സംഖ്യകളും കൃത്യങ്ങളും ഇപ്പൊ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് അവിടെയുള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള ദുരവസ്ഥയുണ്ടല്ല, ആരും പുറത്തു പറയാൻ പാടില്ല. പുറത്തു പറയുന്നവരൊക്കെ ഉണ്ടല്ല, അവര് വെറുതെ വിടൂല. ആ ചേച്ചിയുടെ വീഡിയോ ഇറങ്ങിയ ശേഷം കുറെ സംഖ്യകളും കൃത്യങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞത് നമ്മൾ വളരെ സേഫാണ്, ഇവിടെ യാതൊരു കുഴപ്പമില്ല. ആ ചേച്ചി പറഞ്ഞത് പച്ചക്കള്ളാന്ന് പറ്റി എത്ര എണ്ണം, എത്ര സംഖ്യ കൃസംഖ്യകൾ അവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്ത സംഖ്യ കൃസംഖ്യകൾ നിങ്ങളോടാ പറഞ്ഞത് നിങ്ങളൊക്കെ സേഫ് ആയിരിക്കും. അത് വിചാരിച്ച് അവിടെയുള്ള എല്ലാവരും സേഫ് ആണെന്ന് നിങ്ങൾ എങ്ങനെയാന്ന് കരുതിയേക്കില്? ഓരോ ആൾക്കാർ അവിടുന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകളാണ്, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എങ്ങനെ അറിയാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ സേഫ് ആയിരിക്കും, സേഫായ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾ തള്ളുന്നത് കേട്ടിട്ട് നിങ്ങളെന്താ പറഞ്ഞത് ഇസ്രായേലിൽ മൊത്തം സേഫാണ്, എവിടെ ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ നിങ്ങൾ തള്ളുന്ന തള്ളു കേട്ടിട്ടായിരിക്കൂലേ ഇതുപോലുള്ള പാവങ്ങൾ പുറത്തിറങ്ങുന്നത്, ജോലിക്കിറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നിങ്ങളെ തള്ളു കേട്ടിട്ടാണ് ഇദ്ദേഹത്തിന്, ഈ പാവത്തിന് ഇദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ വേറൊരു കാര്യം കൂടി പറട്ടെ. കുറച്ചു കാലം മുന്നേ വയനാട്ടിലൊരു യുവാവുണ്ടല്ല ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിരുന്നു. അതെങ്ങനെയാണ് കൊല്ലപ്പെട്ടെന്ന് ഇതുവരെ അവരുടെ വീട്ടുകാർക്ക് അറിഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആ പാവത്തിന്റെ ഭാര്യ ഉണ്ടല്ല, ആ പാവം ആത്മഹത്യ ചെയ്തു. ആ വാർത്ത നിങ്ങൾ എത്ര ആൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, സംഭവം സത്യമായ കാര്യമാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ഇത്രയും സുരക്ഷിണ്ടെന്ന് തള്ളുന്ന നാട്ടിലുണ്ടല്ല ഒരാൾ മരണപ്പെട്ടിട്ട് അതെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. കാരണം അതിന്റെയൊക്കെ സത്യാവസ്ഥയുണ്ടല്ല, ഇറാന്റെ ആക്രമണത്തിലാണ് ഈ മരണം സംഭവിച്ചെന്നുള്ള സത്യാവസ്ഥ പുറത്തിറങ്ങിയാല് അവിടെയുള്ളവർക്ക് നാണക്കേടാണല്ലോ. എനിക്ക് പറയാനുള്ളത് കുറെ എണ്ണം അവിടുന്ന് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട്. നമ്മളൊക്കെ ഭയങ്കര സേഫാണ്, എവിടെ ഇറാന്റെ മിസൈൽ, എവിടെ മിസൈൽ കേട്ടിട്ടുണ്ടെങ്കിൽ 2 ഫോട്ടോ എടുക്കാൻ പറ്റി കളിയാക്കിക്കൊണ്ട് കുറെയാണ് ചെയ്ത വീഡിയോ. അങ്ങനെ മിസൈൽ എവിടെയെന്ന് വെച്ചിട്ട് കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്ത നാറികളെ നിങ്ങൾ കാരണം തന്നെയാണ് ഈ പാവം കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഞാനെന്തായാലും തൽക്കാലം നിർത്തുന്നു. കാരണം ഞാൻ ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചാല് എന്റെ വായിന്ന് വേറെ എന്തെങ്കിലും വീണു പോകും. അപ്പൊ എന്തായാലും സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയിട്ട് അവിടുന്ന് കൊല്ലപ്പെട്ട ആ പാവപ്പെട്ട സുരേഷ് സുന്ദരൻ എന്ന ചേട്ടനെ ഞാൻ ആദരാഞ്ജലി നേരുന്നു. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.